നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകളിൽ ചിലതിനൊക്കെ അവിടെയുള്ള നാട്ടുകാർക്ക് പ്രയോജനം കിട്ടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമല്ലേ. റിപ്പോർട്ടർ ഇമ്പാക്ട്. കൊല്ലം പുനലൂർ നഗരസഭയിൽ കുടിവെള്ള വിതരണത്തിന് കിലോമീറ്ററിന് 295 രൂപ ഈടാക്കിയതിൽ ഗുരുതര വീഴ്ചയെന്ന് വിജിലൻസ് റിപ്പോർട്ട്. സമീപ പഞ്ചായത്തുകളിൽ കിലോമീറ്ററിന് 55 രൂപ മുതൽ 75 രൂപ വരെയാണ് നിരക്ക്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആഭ്യന്തര വിജിലൻസ് വിഭാഗത്തെ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ഈ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കുവയ്ക്കാനുള്ള സന്തോഷ വാർത്തയുടെ വിവരങ്ങൾ. സുജിയ, ഞാൻ 6 മാസം മുൻപ് ഈ വാർത്ത നൽകിയപ്പോൾ അതിൽ വന്ന ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: മെഴ്സിഡസ് ബെൻസിലായിരുന്നോ ഈ വെള്ളം കൊണ്ടുപോയതെന്നുള്ള ഒരു ചോദ്യം ഒരു പ്രേക്ഷകൻ ഉന്നയിച്ചിരുന്നു. അതായത് 1 കിലോമീറ്റർ GPS ഘടിപ്പിച്ച 5000 ടാങ്കിൻ്റെ ലോറി പോകുന്നതിന് 1 കിലോമീറ്റർ 295 രൂപ ഈടാക്കുകയാണ്. അത് എന്തിനാണ് എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് 3 പേരാണ് പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ കരാർ എടുക്കാൻ വേണ്ടി ടെൻഡർ സമർപ്പിച്ചത്. ഈ 3 പേരും സമർപ്പിച്ചതിൽ 2 പേർ സമർപ്പിച്ചത് ഒരാൾ 310 രൂപയും ഒരാൾ 320 രൂപയും മറ്റൊരാൾ, അതായത് ജൂലി രാജ് എന്ന് പറയുന്ന ആൾ 295 രൂപയും കാണിച്ചു. മറ്റ് തൊട്ടടുത്ത പഞ്ചായത്തിലാകട്ടെ 75 രൂപ മുതൽ 55 രൂപ വരെ മാത്രമാണ് ഈ വാഹനത്തിൽ വെള്ളം കൊണ്ടുപോകുന്നതിന് ടെൻഡർ സമർപ്പിച്ചത്. പക്ഷേ പുനലൂർ മുനിസിപ്പാലിറ്റി ഈ 295 രൂപയ്ക്ക് ഈ കരാർ ഉറപ്പിക്കുകയും അങ്ങനെ വാഹനം ഓടിയ വകയിൽ ഏകദേശം 12 ലക്ഷം രൂപയിലധികം മുനിസിപ്പാലിറ്റിക്ക് നഷ്ടമുണ്ടാക്കി എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പരാതിയിൽ ആഭ്യന്തര വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുകയും ഇതിൽ ഗുരുതരമായ വീഴ്ച പുനലൂർ നഗരസഭയ്ക്ക് ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം പറയുന്നത് വിജിലൻസിനെ കൊണ്ട് FIR ഇടിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി കാണിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് 12 ലക്ഷം രൂപ ഈ കരാറെടുത്ത ആള് 3 പേരുടെ വെന്നിൽ ഒരാളാണ്. ഈ ഒരാൾ 3 പേരുടെയും പേരിൽ കരാർ നൽകിയെന്നുള്ള ആരോപണവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സുജിയ, പാർവതി. ഓക്കെ, ദിലീപ് ദേവസ്യയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ആ വാർത്തയിന്മേൽ അന്വേഷണം നടത്തി ആ ക്രമക്കേട് ബോധ്യപ്പെടുന്നു. അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ, അത് ജനത്തിന് ഉപകാരം കിട്ടാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. താങ്ക് യു ദിലീപ് ദേവസ്യ.